Oh Lord, give me just an hour, say less, girl. I'll explode like a mountain, get away, rubbing on me, got my love. Grab the ribbon, fuck your feelings. The way she suck my soul, I need some spiritual healing. Grab the ribbon, fuck your feelings. The way she suck my soul, I need some spiritual healing. Grab the ribbon, fuck your feelings. The way she suck my soul, I need some spiritual healing. ഷോ എന്തൊരിരുട്ട്, എനിക്കൊന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ. ബട്ട് എനിക്കവിടെ പോയേ പറ്റൂ. വിഷ്ണു, യു ക്യാൻ ഡു ഇറ്റ്. ടോർച്ച് ഓൺ ആക്കിയാലോ? വേണ്ട, എല്ലാവരും എഴുന്നേറ്റാൽ പിന്നെ എനിക്ക് പണി കിട്ടും. ഷോ, അഥവാ അവർ എഴുന്നേറ്റാൽ ഞാൻ എന്ത് പറയും? ആ, തലകറങ്ങി ഇവിടെ എത്തിയതാണെന്ന് പറയാം. ഷോ, എൻ്റെ ഒരു ബുദ്ധി എനിക്ക് വയ്യ. ആഹാ, ഞാൻ എത്തിയല്ലോ. ഈ ടോർച്ച് ഓണാക്കാം. ഇന്ന് ഞാനൊരു പൊള്ളിക്കും. ആരും എഴുന്നേക്കല്ലേ. എവിടെ അത്? ആ, കിട്ടിപ്പോയതാ. എവിടെ ഉണ്ടായിരുന്നു? വാട കുട്ട, ഇങ്ങോട്ട് വായോ. കിട്ടിപ്പോയി. ഡോറ, അടുക്കളയിൽ നിന്ന് ഞാൻ സ്നാക്സ് മോഷ്ടിച്ചേ. ഡോറ. ആ, എൻ്റെ കാല്. അയ്യോ, സൗണ്ട് ഉണ്ടാക്കല്ലേ, വേഗം ഓടിക്കും. അതാ നല്ലത്, അല്ലെങ്കിൽ ആരും എഴുന്നേക്കും. അങ്ങനെ നമ്മുടെ വിഷ്ണു അവന്റെ ജീവൻ അങ്ങോട്ട് വേഗം റൂമിലോട്ട് പോയി. പക്ഷെ ആരും കണ്ടില്ല കേട്ടോ. എന്താ സുഖം ഇങ്ങനെ ഡ്രാമ ഇരുന്ന് കാണാൻ, അത് ഈ പാതിരാത്രി. എൻ്റെ അമ്മ ഒരു വൈബ് തന്നെ. മഴയും ഡ്രാമയും സ്നാക്സും. എനിക്ക് വയ്യ. എന്തായാലും വേഗം ഈ ഡ്രാമ കണ്ട് തീർത്തിട്ട് ഉറങ്ങാം. ചെറുക്ക, എത്ര നേരടാ വിളിക്കുന്ന? എഴുന്നേക്കടാ. നിന്നെ ഇങ്ങനെ വിളിച്ചാലൊന്നും നീ എഴുന്നേക്കില്ല എന്ന് എനിക്കറിയാം. നിന്നെ എങ്ങനെ വിളിക്കണം എന്ന് എനിക്കറിയാം. നിക്ക്, ഞാനിപ്പം അങ്ങോട്ട് വരാട്ടാ. അമ്മ വേണ്ടമ്മ, കിളിപ്പെടുത്തുമ്പോഴമ്മ വേണ്ടമ്മ പ്ലീസ്. എന്നാ പോയി കുളിക്ക്, വേഗം എഴുന്നേക്ക്. ഈ കിളിപ്പെടുത്തുണ്ടെങ്കിൽ എണീറ്റേ. അങ്ങനെ വിഷ്ണു ഫ്രഷ് ആയിട്ട് താഴോട്ട് വരുന്നു. ഫുഡ് തായോ, ഫുഡ്. പിച്ചക്കാര് വിളിക്കണ പോലെ കിടന്ന് കാറിലിടതൊക്ക. ഇതിപ്പോ ഫുഡ് കൊണ്ടുവരാം. എടാ മോനെ, നിനക്ക് ഇന്നെങ്കിലും ഒന്ന് നേരത്തെ ഓഫീസിലോട്ട് പൊക്കൂടെ? എന്താ നീ ഇങ്ങനെ? അമ്മയ്ക്ക് അറിയാലോ അമ്മ, എനിക്ക് ഈ ജോലിയൊന്നും ഇഷ്ടമല്ല. എനിക്ക് മാഫിയ ആവാനാ ആഗ്രഹം. മാഫിയായിട്ട് വേണം ഒരു പൊള്ളിക്കാൻ. എനിക്ക് അത് കാരണം ഇതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. എന്താ നിനക്ക് മാഫിയ ആകണം പോലും അല്ലേ? രാത്രി മുഴുവൻ എഫ്എഫും കണ്ടിട്ട് അവന് മാഫിയ ആകണം പോലും. നിനക്ക് മാഫിയ ആകണോടാ? ആകണോ? വേണ്ടമ്മ, എനിക്ക് മാഫിയ ആവണ്ട. ഞാൻ ഓഫീസിലേക്ക് പോവാം. എന്താടാ നീ ഇത്രയും വൈകിയത്? നിന്റെ അച്ഛൻ്റെ ഓഫീസാണോ എന്ന് പറഞ്ഞിട്ടാണോ നീ ഇത്രയും വൈകിയത്? സബാഷ്. ഇനിയിപ്പോ ഇവിടെ എന്ത് പറയും? അത് അത് ഒന്നുമില്ല. എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടേ, വേഗം ഇവിടെ നിന്ന് സ്ഥലം വിടാം. അതാ എനിക്ക് നല്ലത്. ഓ ഗോഡ്, വൈ മൈ ലൈഫ് ഈസ് ലൈക്ക് ദിസ്. ഇന്ന് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിറങ്ങാം, എന്നിട്ട് വേണം ഒരു മാഫിയെ ഫൈൻ ചെയ്യാൻ. എന്ത് കള്ളത്തരം പറയും? കിട്ടിപ്പോയില്ല. ഞാനിതിലൊക്കെ എക്സ്പേർട്ട് ആയല്ലോ. ലൈക്കിങ് ഷോ വയ്ക്കാം എന്നെ കൊണ്ട്. ഓ ഗോഡ്, പ്ലീസ് ഹെൽപ്പ് മീ. ഐ തിങ്ക് യു വിൽ ഹെൽപ്പ് മീ. എന്താണ് അവിടെ നിൽക്കുന്നത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് ഒന്നുമില്ല അതെ, എനിക്ക് നല്ല തലവേദന. ലാബ് നോക്കിയിട്ടാണ് തോന്നുന്നു, ഒരുപാട് നേരം വർക്ക് ചെയ്തിട്ടേ. അപ്പോൾ ഞാനൊന്ന് വീട്ടിലോട്ട് പോട്ടെ. എൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങണ്ടെങ്കിൽ മര്യാദയ്ക്ക് പോയി വർക്ക് ചെയ്തോ. നീ എന്നും ഇങ്ങനെ ലീവ് എടുത്തിട്ട് അവിടെ ഇവിടെ കറങ്ങാൻ തന്നെയല്ലേ? നീ അങ്ങനെ ഇപ്പൊ കറങ്ങണ്ട. ആ ജിമ്മിന്റെ കൂടെയല്ലേ? വേണ്ട. ഓ, ഇയാള് തന്നെ എൻ്റെ തന്തയായി പോയല്ലോ. എന്ത് ചെയ്യാം ഈശ്വര.
എൻ്റെ പുഞ്ഞാര മോൻ അവിടെ നിന്നിട്ട് പെറുപിറുക്കണോ? എന്തെങ്കിലും പറഞ്ഞോ? നേരിട്ട് പറയണ ചക്ക. ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പോണു വർക്ക് ചെയ്യാൻ. ഇതിൻ്റെ ഒരു കാര്യം. ആ ഹലോടാ ജിമിനെ, എന്താ പറ? അളിയാ, നിന്റെ കമ്പനിയിൽ നിന്ന് ചാടാൻ പറ്റിയ നിന്റെ അച്ഛൻ സമ്മതിച്ചടാ? ഇല്ലടാ അളിയാ, അച്ഛൻ സമ്മതിച്ചില്ലടാ. ഐഷ് മോങ്ങണ്ടടാ അളിയാ, മോങ്ങണ്ട. നമുക്ക് നാളെ പോവാട്ടാ. നാളെ എന്തായാലും നിനക്ക് ലീവല്ലേ, നമുക്ക് നാളെ അന്വേഷിക്കാം. ആ ശരിയടാ അളിയാ, എന്നാ ഞാൻ എൻ്റെ വർക്ക് നോക്കട്ടെ. ബൈ. അങ്ങനെ അവർ മാഫിയനെ തിരഞ്ഞ് പിറ്റേ ദിവസം മോളിലോട്ട് പോയി. അതെ, നമ്മൾ എത്ര നേരമായിട്ടാ നടക്കുന്നത്? എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. നീ വല്ലതും വാങ്ങിച്ചാടാ. എന്നിട്ട് നമുക്ക് മാഫിയ കണ്ടതാ. അതിനുശേഷം ഉറപ്പായാലും കണ്ടെത്തും. നീ എൻ്റെ ഒപ്പം ഫുഡ് അടിക്കാനല്ലാടാ എൻ്റെ ഒപ്പം മാഫീനെ കണ്ടെത്താൻ പറഞ്ഞിട്ട് വരുന്നത്. അല്ലെങ്കിൽ നീ വരുവോടാ ചക്ക? അതെ, ഫുഡ് അടിക്കാൻ തന്നെയാണ്, ഓഫ് കോഴ്സ്. പിന്നെ അല്ലാണ്ട് നിൻ്റെ ഒപ്പം മാഫീനെ കണ്ടെത്താൻ എനിക്ക് പറ്റല്ലേ. പോടാ അവിടെ നിന്ന്. ഓ, അപ്പൊ അതിനാണല്ലേ എൻ്റെ ഒപ്പം വരുന്നത്. മനസ്സിലായി. എൻ്റെ സ്വഭാവം എങ്ങനെയാണ്. എന്നോട് ഒട്ടും ഇഷ്ടമല്ലാന്ന് മനസ്സിലായി. എന്നാലും എടാ മാറി ഇമോഷണൽ ഡാമേജ് ചെയ്യില്ലടാ. ഞാൻ വരടാ. നീ എൻ്റെ സോൾമേറ്റ് ആടാ. അതാ നമുക്ക് പോയി നോക്കാം. അതാ നല്ലത്. നമുക്ക് പോയി നോക്കാം മാഫിയനെ. എന്താ അവൻ്റെ സന്തോഷം? നടക്ക്. അങ്ങനെ അവർ ഒരുപാട് അന്വേഷിച്ചിങ്ങനെ നടന്നപ്പോഴായിരുന്നു പെട്ടെന്നൊരു സംഭവം നടന്നത്. എന്താണെന്നറിയണ്ടേ? വേഗം വായോ. എത്ര നേരമായിട്ട് അളിയാൻ നടക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് കാല് വേദനിക്കണോ? അല്ലേ, എനിക്കും വേദനിക്കണടാ. എടോ, തൻ്റെ മേലെ കണ്ണില്ലേ? താൻ എവിടെ നോക്കിയിട്ടാടോ നടക്കുന്നേ? ഡോ, തന്നോടാ സംസാരിക്കണേ. താൻ എവിടെ നോക്കുകയാണ്? നീ എന്നെ നോക്കിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നിനക്ക് ഞാൻ ആരാണെന്ന് അറിയോ? ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോവും. ഞാൻ മാഫിയാണ്, മാഫിയ. എനിക്ക് കുറേ മാഫിയ ഫ്രണ്ട്സിനെ അറിയാം. നിനക്ക് മാഫിയെന്ന് അറിയില്ലായിരിക്കും. ചിലപ്പോൾ വേണമെങ്കിൽ കിങ് ഓഫ് ഡാർക്കിനെ അറിയാം. അവളൊക്കെ എൻ്റെ അടുത്ത ഫ്രണ്ടാണ്. അറിയോ നിനക്ക്? ഓഹോ, സാറിന് ഇവരൊക്കെ അറിയോ? ഒന്ന് പോടോ അവിടുന്ന്. മാഫിയാണ് പോലും, മാഫിയ. കണ്ടാലും പറയും. ഡി, എത്ര ധൈര്യം ഉണ്ടായിട്ടാടി എൻ്റെ മുഖത്ത് നോക്കിയിട്ട് നീ ഇങ്ങനെയൊക്കെ പറയണം? നിനക്ക് ഞാൻ കാണിച്ചു തരടി ഞാൻ ആരാണെന്ന്. ഓ ആയിക്കോട്ടെ, ഒന്ന് പോടെ നിറക്ക. എന്താ ഇപ്പൊ ഇവിടെ നടന്നേ? മാഫിയക്കായടോ? എപ്പടാ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ചുമ്മാ ഒരു നമ്പർ ഇടാളിയ. വാ നമുക്ക് പോവാം. അവൾക്ക് ഇട്ടിട്ടൊരു പണി കൊടുക്കണം. കാണട്ടെ, ഇനി കാണുകയാണെങ്കിൽ കൊടുത്തിരിക്കും ഞാൻ. ഈ തവളല്ലേ, അവൾക്കിട്ടൊരു പണി കൊടുക്കണം. അവളെ ഫോളോ ചെയ്യാം. എന്ത് പണിയപ്പോ അവൾക്ക് കൊടുക്കുക? ആ, കിട്ടിപ്പോയല്ലോ. ഞാൻ വരുന്ന മോളെ. അയ്യോ, അറിയാതെ പോയതാണ്, സോറി. ഇയാൾക്കിട്ടൊരു പണി തിരിച്ചു കൊടുക്കണം. അയ്യോ സോറി, അറിയാതെ ചെയ്തതാണേ. നീ മനഃപൂർവ്വം ചെയ്തതല്ലേടി, എനിക്കറിയാം. താനും മനഃപൂർവ്വം ചെയ്തതല്ലേ, അതുകൊണ്ട് തന്നെ ഞാനും ചെയ്തത്. ഞാൻ പറഞ്ഞു ഞാൻ മാഫിയാണെന്ന്. എന്നെ ദേഷ്യം പിടിപ്പിച്ചാണല്ലോ. ഓ, തനിക്ക് മാഫിയ ഞാൻ കാണിച്ചു തരടാ. മാഫിയാണെന്ന് പോലും. പോയ അവള്. ഇവൾക്ക് ചിലപ്പോ മാഫിയൻ അറിയും. ഇവളെ ഫോളോ ചെയ്യണമെന്ന്. ഓഹോ, ഇയാളെന്നെ ഫോളോ ചെയ്യണല്ലേ? ഇയാൾക്കിട്ടൊരു പണി കൊടുക്കാം. വാടാ മോനെ. അയ്യോ അമ്മേ, അയ്യോ ഇവള് തെറ്റല്ലോ. ഞാനൊന്നും ചെയ്തിട്ടില്ല. അയ്യോ, പോലീസിനെ വിളിച്ചാലോ? അല്ല വേണ്ട, ആംബുലൻസിനെ വിളിച്ചാലോ? അയ്യോ എനിക്ക് പേടിയാവണേ.
എടാ ഞാൻ ചുമ്മാ കാണിച്ചതാടോ. അയ്യോ പ്രേതം സംസാരിക്കണേ, എനിക്ക് പേടിയാണ്, നമുക്ക് വട്ടേ. അയ്യോ ഞാൻ പോണേ. എടാ എവിടേക്കാണോ ഓടുന്നേ? അയ്യോ ഭ്രാന്തി. ഭ്രാന്തിയോ? എടാ ഞാൻ ചുമ്മാ അത് തമാശക്ക് കാണിച്ചതാണ്. ഇല്ല നീ ഭ്രാന്തിയാണ്, എനിക്കറിയാം, ഞാൻ പോണം. ഇയാളെ കൊണ്ട് എടാ ഞാൻ പറയുന്നത് കേക്ക്, ഞാൻ ചുമ്മാ കാണിച്ചതാണ്. ശരിക്കും എന്നാ ഓക്കെ. ശരിക്കും. ലെറ്റ് ബി ഫ്രണ്ട്സ്. യാ ഷുവർ. ഹലോ ഹൃദയ. പറയടോ. അതെ നീ അന്ന് പറഞ്ഞില്ല നിനക്ക് കിങ് ഓഫ് ഡാർക്കിനെ അറിയാമെന്ന്, എനിക്ക് പുള്ളിനൊന്ന് കാണിച്ചു തരുമോ? ആ പുള്ളീനെ കാണണോ? കണ്ടോ?